ഉസ്മാൻ റോഡിലെ ഈ ബഹുനില കെട്ടിടം സലിം മാസ്റ്ററിന്റെ വിയർപ്പിന്റെ വിലയാണ്. കേസും വഴക്കുമായി ഈ കെട്ടിടം അന്യാധീനപ്പെട്ടു പോകുമെന്ന അവസ്ഥയിലാണ്. ഇതുപോലെ കേസിൽപ്പെട്ട് കിടക്കുകയാണ് ഇദ്ദേഹത്തിന്റെ മറ്റു 2 വീടുകൾ. ഒരു യൂണിയൻ കെട്ടിക്കൊടുത്തു, കൊണ്ടാട്ടി വൈഫിനെ വീട് കെട്ടിക്കൊടുത്തു, ഇത് കല്ല് കെട്ട്. അப்புறம் യൂണിയൻ കെട്ടിക്കൊടുത്തു, അതിൽ 30 ലക്ഷം ചിലവായത്. സ്വന്തം അധ്വാന ഫലം അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയ ഈ പാവം മനുഷ്യൻ മറ്റൊരിടത്ത് അഭയാർത്ഥിയാകുന്നു. സലിം മാസ്റ്ററുടെ കൈപിടിച്ച് നടന്നു വളർന്ന ശിഷ്യന്മാർ അനവധിയുണ്ട്. നന്ദികേടിന്റെ ഇടമായ സിനിമയിൽ നിന്ന് എന്നിട്ടും ഒരു കൈസഹായം ഇപ്പോഴും ഈ മനുഷ്യൻ പ്രതീക്ഷിക്കുന്നു. எல்லாம் நல்லது பண்ணிட்டு நல்லது நினைக்கிறோம், எல்லாம் நல்லா இருக்கணும் ஆசைப்படுறோம். ஆனால் ஜெயிக்கும், ஜெயிக்கணும், உண்மை ஜெயிக்கும். எவ்வளோ நாளானாலும் உண்மை ஜெயிக்கும். ஆண்டம் உதவி செய்வான் எல்லாத்துக்கும். உள்ளங்கள்லாம் நல்லா திரிந்து நம்ம வாழணும். ஒரு நாளும் ஒரு ஆள் ஏமாத்தாமல் கொள்ளாமல் முடிஞ்ச வரைக்கும் நம்ம நல்லது செய்யணும். அதுக்கு மேலே ஒரு ஆண்டவருடைய கருணை எல்லாத்துக்கும் நமக்கு உண்டாகும். ചടുല താളങ്ങൾക്കൊപ്പിച്ച് സിനിമയ്ക്ക് വേണ്ടി ചുവടുവച്ച ഈ മനുഷ്യൻ ഇന്ന് ജീവിതത്തിൽ ഇടറി നടക്കുകയാണ്. എവിടെയാണ് സലിം മാസ്റ്ററുടെ ചുവടുകൾ പിഴച്ചത്? വിശ്വസിച്ചവർ കൈവിട്ടതാണോ? അതോ എത്തിപ്പിടിക്കാൻ ശ്രമിച്ച ലോകം കൺമുന്നിൽ നിന്ന് അകന്നുപോയതാണോ? സിനിമയുടെ ഗ്ലാമർ ലോകത്ത് അതിലേറെ ഗ്ലാമറോടെ നിലനിന്നിരുന്ന ഈ കലാകാരൻ സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാകുന്നു. ഇനി എന്താണ് ഈ മനുഷ്യന്റെ ഭാവി? നിറയൗവനത്തോടെ സിനിമയിലെത്തി, ഒരുപാട് കാലം അധ്വാനിച്ചു. ഇന്ന് വാർദ്ധക്യമാണ്. വേദനയുടെയും അവശതയുടെയും കാലം. ചതിയുടെ വാരിക്കുഴിയിൽ വീണതാണ് ഈ പാവം മനുഷ്യൻ. അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ചതിയിലൂടെ പലരും സ്വന്തമാക്കി അനുഭവിക്കുമ്പോൾ തകർന്നു പോയത് ഈ ഹൃദയമാണ്. ചെയ്യാത്തൊരു കൊലപാതക കുറ്റത്തിന് ജയിൽ ശിക്ഷയും അനുഭവിച്ചു കഴിഞ്ഞു. ഒരു നേരത്തെ ആഹാരത്തിന് വഴിമുട്ടി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഈ മനുഷ്യൻ എന്താണ് ചെയ്യുക? നീതിക്ക് വേണ്ടി ഈ കലാകാരൻ ഏത് വാതിലാണ് മുട്ടേണ്ടത്? തത്സമയം ഏதாவது വാങ്ങുന്നത് കൂടെ പണിയില്ല, പൈസ ഉണ്ടാവില്ല. തത്സമയം ഏதாவது വാങ്ങുന്നത് തന്നെ പൈസ ഉണ്ടാവില്ല കയ്യിൽ. ഇപ്പോൾ കൂടെ ഒരു പൈസ ഇല്ല കയ്യിൽ.